നേരത്തെ ഷഹബാസിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഞങ്ങളെല്ലാ എഡിറ്റോറിയൽ അംഗങ്ങളും ഷഹബാസിന്റെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളെ കണ്ടു, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അത് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ടറിന്റെ എഡിറ്റോറിയൽ ടീം തന്നെ ഷഹബാസിന്റെ വീട്ടിലെത്തി ഇക്ബാലിനെയും കുടുംബത്തെയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുവഴി കടന്നുപോയപ്പോൾ സമരക്കാരെല്ലാവരും നമ്മുടെ വാഹനം തടഞ്ഞു നിർത്തി നിങ്ങൾ സമരപ്പന്തലിൽ വന്ന് അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് പോകണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് വേണ്ടിയാണ്. നീതിക്ക് വേണ്ടിയുള്ള എല്ലാ സമരമുഖങ്ങളെയും റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരുടെ മുൻപിലെത്തിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഫ്രഷ് മാലിന്യ പ്ലാന്റിലേക്ക്, ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിലേക്ക് നമ്മൾ പോകുന്നു. നമുക്കൊന്ന് ഇറങ്ങിയാലോ സുജിയ, ഉണ്ണി ബാലകൃഷ്ണൻ? നമുക്ക് അവരുടെ ശബ്ദങ്ങളൊന്ന് കേൾക്കണം, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നറിയണം. ഒപ്പം നമ്മളുടെ ക്യാമ്പയിന് അവരുടെ ഐക്യദാർഢ്യവും ഉണ്ടാവും. സ്വാഭാവികമായും കേരളത്തെ കാർന്നു തിന്നുന്ന വിപത്തായത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു വാക്ക് തന്നിരുന്നു തിരിച്ചു വരുമെന്ന്, അപ്പോൾ വാക്ക് പാലിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഈ സംഘം പൂർണ്ണമായിട്ട് നമ്മളെ തടഞ്ഞു. നമ്മൾ സാധാരണ രാഷ്ട്രീയ നേതാക്കളെ തടയുന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വാഹനം തടഞ്ഞപ്പോൾ ഞങ്ങളൊരു വാക്ക് പറഞ്ഞു. അല്ല, ഞങ്ങൾ അതിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് വാക്ക് പാലിച്ചു. ഞങ്ങൾ ആവശ്യങ്ങൾ മറ്റൊന്നുമല്ല സാർ. പോയത് ഷഹബാസിന്റെ വീട്ടിൽ പറഞ്ഞു. ഓക്കെ സാർ, മനസ്സിലായി. മാഡം ഉണ്ട്, അഗസ്റ്റിനുണ്ട്, സ്മൃതിയുണ്ട്, ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, എഡിറ്റോറിയൽ ടീം എല്ലാവരും നിങ്ങളുടെ അടുത്തുണ്ട്. ഇനി പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതാരാണ്? ഞാൻ കുടത്തയിലെ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പർ, ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത്, പിന്നെ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തും കൂടി ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അമ്പലമുക്ക്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു സമരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞൊരു മാലിന്യ കമ്പനീന്റെ ആ ഒരു സമരമായിട്ടാണ് നിൽക്കുന്നത്. അത് കട്ടിപ്പാറ പഞ്ചായത്തിലാണ് മാറിയിട്ടുണ്ട് സാർ. കട്ടിപ്പാറ പഞ്ചായത്തിലാണ്. ഇവിടുന്ന് 6 കിലോമീറ്റർ മാറിയിട്ട് സാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പുഴ കണ്ടില്ലേ? അതാണ് സാർ ഞങ്ങൾ ഇരുതുള്ളിപ്പുഴ. ഏകദേശം ഒരു 15-16 പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുള്ള ഇരുതുള്ളിപ്പുഴ ചുരത്തുനിന്ന് ഉത്ഭവിച്ച് കഴിഞ്ഞ് ചാലിയാറിൽ ചേരുന്ന നല്ലൊരു മനോഹരമായ പുഴ. ആ പുഴ എന്ന് മലിനമായി. അതോടൊപ്പം തന്നെ ഈ ബോർഡ് നോക്കൂ സാർ, ഈ ശ്വാസം മുട്ടുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ 5 വർഷം ഞങ്ങൾ ഈ സമരം. വായു പൊല്യൂഷൻ, വായു മലിനീകരണം, സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ് രാത്രി. ഇവിടെ വരെ സ്മെല്ല് വരും. അതെ അതെ അതെ. 26 കിലോമീറ്റർ ഇതിന്റെ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന പറയുന്നത്. കാരണം പണ്ട് സാർ, കോഴിക്കോട് ജില്ലയിലെ ഏക മാലിന്യ പ്ലാന്റ് ആണ് സാർ ഇത്. ഏകദേശം 120 ടണ്ണോളം വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നാണ് സാർ ഇവരുടെ. 128 ടൺ. അവർക്ക് എത്ര അനുവദനീയം? അവർക്ക് 25 ടണ്ണ്. അത് 30 ടണ്ണാണ്. 30 ടണ്ണ് എടുക്കുന്നത്, പക്ഷെ 4 മടങ്ങ് വേസ്റ്റ് ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും രേഖകൾ ഇവരെ എത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കലക്ടർ പറഞ്ഞു 90 ടണ്ണുണ്ട്, അത് ഉറപ്പാ. പക്ഷെ ഈ 90 ടണ്ണും ഇവിടെ കൊണ്ടുവന്നാണ് സാർ ഇവർ ഡിസ്പോസ് ചെയ്യുന്നത്. അത് സംസ്കരിക്കാനുള്ള ശേഷി അവർക്കില്ല. അവർ പ്ലാന്റ് കൂടെ വന്നാൽ പ്രശ്നം തീരൂ. ഒന്ന് പോരാ, 5 എണ്ണെങ്കിലും വേണം. പക്ഷെ ആ 5 പ്ലാന്റിലും തുടങ്ങാൻ ഇവർ സമ്മതിക്കില്ല സാർ. കാരണം കോഴിക്കോട് ടൗണിൽ കഴിഞ്ഞ ദിവസം ബുച്ചർ ബിൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, വേറൊരു കമ്പനീന്റെ. അത് ഇവർ പൂട്ടിച്ചു. ഇതിന്റെ ഓണർമാരെ പൂട്ടിക്കും. അത് ഇവർ സമരം ചെയ്തിട്ടാണ് പൂട്ടിക്കുന്നത്. കാരണം ഇവിടുത്തെ സ്മെല്ല് മറ്റുള്ള സ്ഥലത്തൊക്കെ അവർ സ്പ്രെഡ് ചെയ്യിക്കും. ഇങ്ങനത്തെ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എതിർക്കും. അതോടൊപ്പം തന്നെ കുറെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർക്കുണ്ട്. ബുച്ചർ ബിൻസിന്റെ കമ്പനി ആവശ്യം ഈ ഒന്നുകിൽ മാലിന്യ പ്ലാന്റ് അതിന്റെ ശേഷിക്ക് മാത്രമുള്ള ക്വാണ്ടിറ്റി കൊണ്ടുവരാം. അതോടൊപ്പം കൂടുതൽ പ്ലാന്റുകൾ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയകളുണ്ട് സർക്കാർ നേതൃത്വത്തിൽ. അവിടെയാണ് ഇത് തുടങ്ങേണ്ടത്. ഇത് റെഡ് കാറ്റഗറി പെട്ട സ്ഥാപനമാണ്. ഒരു കാരണവശാലും ഒരു പുഴേന്റെ തീരത്ത് ഈ സ്ഥാപനം വരാൻ പാടില്ല. പഞ്ചായത്തിലേത്? കട്ടിപ്പാറ പഞ്ചായത്ത് റെഡ് ലൈസൻസ് ഉള്ള ഒരു കമ്പനിക്ക് എങ്ങനെയാ പ്രവർത്തനാനുമതി കൊടുത്തത്? അത് 5 വർഷം മുന്നേ കൊടുത്തതാണ്. ഭരണസമിതിയും ജില്ലാ പഞ്ചായത്തും അവർ അന്ന് പറഞ്ഞത് ഇതൊരു വെള്ള കമ്പനിന്റെ ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞ പേര് കൊടുത്ത് തന്നെ ഫ്രഷ് ആയ കഴുതിയാണ് കൊടുത്തത്. പക്ഷെ അതിന്റെ മറവിൽ ഇവർ ചെയ്ത് കൂട്ടിയത് ഇത്തരം പ്രവർത്തി. ഇപ്പോഴാണ് റെഡ് കാറ്റഗറിയാണ്. തീർച്ചയായിട്ടും നിയമപരമായി നിങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് സമീപിച്ചിട്ടുണ്ട് സാർ. അതാണ് സത്യം. കാരണം കഴിഞ്ഞ DFLMC മീറ്റിംഗിൽ കലക്ടർ പറഞ്ഞു 5 കമ്പനിക്ക് അനുമതി കൊടുത്തു. ഇപ്പൊ നിലവിൽ 5 കമ്പനി കോഴിക്കോട് ജില്ലയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പൊല്യൂഷന്റെ പേപ്പർ അടക്കം റെഡിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ 5 കമ്പനി ഞങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ 20 ടണ്ണിന്റെ മാലിന്യം മാത്രമേ ഉള്ളൂ, ഞങ്ങളെ കമ്പനിക്ക് അത് പോരാ, അതുകൊണ്ട് മറ്റൊരു കമ്പനി തുടങ്ങരുതെന്നും പറഞ്ഞു കഴിഞ്ഞ് റിട്ട് വാങ്ങി. ഇവർ ഹൈക്കോടതി റിട്ട് വാങ്ങി. അങ്ങനെ അതിലിപ്പം നമ്മളെ ബഹുമാനപ്പെട്ട കലക്ടർ അടക്കം അതിൽ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം എന്താ സാർ, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അത്ര അങ്ങേത്തല ഗതികേടാണ് സാർ. ഇപ്പൊ ഈ നോമ്പുകാലത്ത് പോലും ഇന്നലെ രാത്രി വരെ ആളുകൾ ഛർദ്ദിച്ച് വീഴാണ്. ഞങ്ങൾ പല രാത്രികൾ റോട്ടിൽ ഇറങ്ങിയിട്ട് താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും സാർ കുറെ സമയം. ഇന്ന് ഞങ്ങൾ മഞ്ഞപ്പിത്തം പടർന്ന് പിടിക്കാം. ഏത് വെള്ളത്തിൽ
നമ്മള് നനയ്ക്കാൻ പോലെ ഞാൻ ഇന്നലെ ഒന്ന് ഞങ്ങൾ ഇൻഹീലർ വലിച്ചോണ്ടിരിക്കുക 3 വർഷമായിട്ട്. നമുക്ക് ഇതിന്റെ ഒന്ന് ഈ കമ്പനി പ്രതിനിധികളുമായി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്, കളക്ടറുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എന്തായാലും ഉടനടി നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം. നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി കേൾക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളതറിയോ, ഈ ഇരുതുള്ളിപ്പുഴയുടെ സമീപത്ത് നിന്ന് ഈ പ്ലാന്റ് മറ്റു വ്യവസായ സ്ഥലങ്ങളിൽ മാറ്റി സ്ഥാപിക്കുക. ഈ 5 വർഷമായിട്ട് ഞങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷമായിട്ട് പറയുന്ന ഒരു പരാതിയാണ്, ഇന്നലെ പറയുന്ന പരാതിയല്ല. ഈ 30 ടൺ പ്രോസസ് ചെയ്യാനുള്ള ഒരു കമ്പനി 100 പരം ടൺ യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്ഷെ ഇതിൽ വേറെ കണ്ട് കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇത് നിയമസഭയിൽ ഉന്നയിച്ച് കഴിഞ്ഞ് ഈ പരിസ്ഥിതി ചെയർമാൻ അടക്കം വിജയൻ സാർ MLA അടക്കം വന്നിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതി ഈ സമയം വരെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. 3 വർഷമായി സമിതി നിയോഗിച്ചതാണ്, ഇതിന്റെ പഠനം നടത്തിയിട്ട് എന്താണ് വരെ പ്രശ്നം എന്നുള്ളത്. ഈ സമയം വരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതോടൊപ്പം മറ്റൊരു സാർ സത്യസന്ധമായ മാധ്യമധർമ്മം സാർ ചെയ്യുകയാണെങ്കിൽ സാർ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. ഇതിൽ കറക്റ്റായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഓഫീസർമാരും ശുചിത്വ മിഷനിലെ ഓഫീസർമാര് 2 MLAമാര് പിന്നെ കുറച്ച് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ കോർപ്പറേറ്റ് കമ്പനി ഇവർ ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയാണിത്. അത് 100% സത്യമാണ് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത്. രണ്ടുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. CPM ഉണ്ട്, ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇവർക്കൊക്കെ എന്റെ വിഹിതം കിട്ടുന്നുണ്ട് സാർ. ഇതിനൊരു ദിവസത്തെ വരുമാനം 20 ലക്ഷത്തിന്റെ മുകളിലാണ് ഒരു ദിവസത്തെ വരുമാനം, വേറെ ചെലവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ഒരു രാഷ്ട്രീയമില്ല, എല്ലാ രാഷ്ട്രീയ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം അത് നമ്മൾ കൂടി ഏറ്റെടുക്കുന്ന വിഷയമാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ ഈ കമ്പനിയെ പരിശോധിക്കും. കമ്പനിയുടെ വരവ് എത്രയാണ്, എത്ര മാലിന്യം എത്തുന്നു, അനുവദനീയമായതിലും കൂടുതൽ മടങ്ങ് ഈ മാലിന്യം എത്തുന്നുണ്ടോ, അത് സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള ഇത്തരം കാര്യങ്ങൾ 4 പേരുണ്ട്. അപ്പം ഒരു പഞ്ചായത്തിലെ തന്നെ 4 മെമ്പർമാർ തന്നെ സമരപ്പന്തൽ വന്നേക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി വിളപ്പിൽശാല സമരം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് ആ വിളപ്പിൽശാലയിൽ സമരം ചെയ്ത മനുഷ്യരുടെ നിശ്ചയദാർഢ്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അതേപോലെ ഈ സ്ഥലം ഏതാണ്, ഇരുതുള്ളിപ്പുഴ സംരക്ഷണ ജനകീയ സമിതി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 34 ഓക്കെ. അപ്പൊ സമരപ്പന്തൽ ഒരുങ്ങിയിട്ട് 34 ദിവസമായി ഇതൊരു ജനകീയ വിഷയമായിട്ട് മാറും. ജലവും മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ. ഇന്ന് വനിതാ ദിനം, ഇന്ന് രാത്രി 10 മണിക്ക് ഞങ്ങൾ താമരശ്ശേരി സാർ അത് ആരെങ്കിലും വിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണം. മറ്റൊരു കാര്യം കൂടെ അതാണ് സാർ, ലഹരി ഇവർ വേണ്ടി നല്ലോണം ഉപയോഗിക്കേണ്ടത് സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഡൈവേഴ്സ് അവിടെ തൊഴിലാളികൾ ഇവർക്കൊന്നും നോർമലി അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. സാറിന് തന്നെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലേക്ക് അതിന് പ്രവേശിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ദുർഗന്ധമാണ്. അതുകൊണ്ട് തന്നെ ലഹരി കൊടുത്തിട്ട് ഇവർ ഇന്നലെ രാത്രി വരെ വാഹനങ്ങളിൽ ഈ സാധനം കൊണ്ടു നടക്കുകയാണ്. അതിനിവർ ഉപയോഗിക്കുന്നത് ഗുണ്ടായിസമാണ്. അതിവർ എന്ത് ലഹരി ഉപയോഗിക്കും, ഈ പുഴയിൽ വലിച്ചെറിയും, റോഡുമക്കൂടെ ഒഴുക്കും, ഇതൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യോട് സാറിനോട് പറയാനുള്ളത്, ഏഷ്യാനെറ്റ് മറ്റുള്ള മീഡിയ 1 ഇവരൊക്കെ ഒരു പരമ്പര തുടങ്ങി. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒട്ടും ഫ്രഷ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരമ്പര ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിന്റെ. പക്ഷെ അവർ പകുതിക്കൽ വെച്ച് നിർത്തി. കാരണം ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് അത്രത്തോളം പിടിപാടുണ്ട്. ആവശ്യങ്ങൾ സത്യസന്ധമാണ്. കൊണ്ടുപോകുന്ന വണ്ടിയാണെങ്കിൽ തീരെ AC കമ്പാക്ഷൻ ഒന്നുമില്ല, ഫ്രീസർ ഇല്ലാത്ത വണ്ടി. അതെന്തായാലും നമുക്കത് പരിശോധിക്കാം, അന്വേഷിക്കും കേട്ടോ. എടുക്കാം, മനസ്സിലായി. അപ്പം ഈ വിഷയം നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് കൂടി നിങ്ങൾ കൂടി പങ്കാളികളാവും. അപ്പം താങ്ക് യു. അപ്പോൾ കേട്ടു, നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. നമ്മളുടെ കോഴിക്കോട് ബ്യൂറോ തന്നെ ഇത് കൈകാര്യം ചെയ്യും. കാരണം നിങ്ങളെ ഞങ്ങൾ ടിവിയിലാണ് കാണുന്നത്. ഞങ്ങൾ പൊട്ടാത്ത വാതിലുകളില്ല. MLA MP മുഖ്യമന്ത്രി ഒക്കെ പലവട്ടം പരാതി കൊടുത്തേക്കുന്നത്. ഇനി ഞങ്ങൾക്ക് നിങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ട്, ഇല്ലെങ്കിൽ മരിച്ചു വീഴല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. ഇത് ജനപ്രതിനിധികളാണ്, അതവിടുത്തെ ഒരു ജനക്കൂട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. ഹായ്, അപ്പോൾ താങ്ക് യു. മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ ജനകീയ വിഷയത്തിൽ നമ്മൾ കൂടി ഇടപെടുന്നുണ്ട്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ അന്വേഷിക്കും. പ്രേക്ഷകർക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ ഫോളോ അപ്പ് റിപ്പോർട്ടുകളും പ്രതീക്ഷിക്കാം.